കറുത്ത പൊന്നായ കുരുമുളകും അടയ്ക്കയും കേരളത്തിന്റെ പ്രധാനപ്പെട്ട 2 നാണ്യവിളകളാണ്. കുരുമുളക് സുഗന്ധവിളകളുടെ പട്ടികയിൽ സ്ഥാനം വയ്ക്കുമ്പോൾ കമുക് ഉത്തേജന വിളയിലാണ് ഉൾപ്പെടുന്നത്. കാലം മുതലേ താമ്പൂല സേവയ്ക്കായി മനുഷ്യർ വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും പുകയിലയും ചേർന്ന് 4 കൂടിയുമുട്ട് ഭേദമന്യെ ഉപയോഗിച്ചു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അടയ്ക്കായി, തെക്കൻ പ്രദേശങ്ങളിൽ പാക്കെന്നും പറയുന്നു. തനിവിളയായും ഇടവിളയായും വേലിയോരങ്ങളിലും ഇത് വിജയകരമായി. അധിക പരിചരണം കൂടാതെ 50 വർഷക്കാലം നിലനിൽക്കുന്ന കമുകിൽ നിന്നും നല്ല വിളവ് ലഭിക്കുന്നു. ഇളം അടയ്ക്ക കളിപ്പാക്കിനും പഴുത്തവ നീറ്റടയ്ക്ക, കൊട്ടപ്പാക്ക്, വാസനപ്പാക്ക് എന്നിവയ്ക്കുമാണ് ഉപയോഗിക്കുന്നത്. പൂജാതി മംഗളകർമ്മത്തിനും അടയ്ക്ക ഒഴിച്ചുകൂടാനാവാത്തതാണ്. കൃഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ മോഹൻദാസ് കഴിഞ്ഞ 20 കൊല്ലമായി കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഇരിട്ടാവൂർ പ്രദേശത്ത് 1 ഹെക്ടർ സ്ഥലത്ത് കമുകും അതിനു ചുവട്ടിൽ കുരുമുളകും അതോടൊപ്പം ഇടവിളയായി വാഴയും ഇഞ്ചിയും ആദായകരമായി കൃഷി ചെയ്യുന്നു. ഡോക്ടർ മോഹൻദാസിന് കമുക് കൃഷി എന്നും ആദായകരമാണ്. നെൽപ്പാടം നികത്തിയ കൃഷി സ്ഥലത്ത് തെങ്ങും വാഴയുമാണ് ഇന്നിപ്പോൾ കൂടുതലായിട്ട് ഉള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കർഷകനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഇവിടെ കമുകാണ് പ്രാധാന്യം, പക്ഷേ അതിനെക്കാട്ടിലേറെ പ്രാധാന്യം കുരുമുളകിനുമാണ്.